ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയെ ധ്യാനിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ഒരേ ഒരു താലന്തിനെ വിശ്വസ്തമായി ഉപയോഗിക്കുമ്പോൾ മറ്റു താലന്തുകൾ നേടാനാകും. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. താലന്തുകളെ കുറിച്ചാണ് നാം ഈ വിശുദ്ധ ദിവസം ധ്യാനിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. ഞാൻ വളരെ കാലങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഷാർപ്പൺ യുവർ ആക്സ് എന്നാണ് ആ കഥയുടെ തലക്കെട്ട്. അവിടെ മരം വെട്ടുകാരായ 2 പേർക്ക് മരം വെട്ടുവാൻ തക്കവണ്ണം ഒരു കമ്പനി ചുമതല ഏൽപ്പിക്കുന്നു. ആ 2 പേരും വളരെ മത്സരബുദ്ധിയോടുകൂടി അവരെ ഏൽപ്പിച്ച ജോലിയിൽ ഏർപ്പെടുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മനുഷ്യന് മറ്റവനേക്കാളും കൂടുതൽ മരം വെട്ടുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നു. വളരെ കുറച്ച് മരങ്ങൾ വെട്ടിയ രണ്ടാമൻ ഒരു വിശ്രമവുമില്ലാതെ കഠിനമായി അധ്വാനിച്ച് കൂടുതൽ ആയാസപ്പെട്ട് ഒന്നാമനേക്കാളും കൂടുതൽ മരങ്ങൾ വെട്ടുവാൻ തക്കവണ്ണം കഠിനമായി അധ്വാനിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് തന്റെ മറ്റേ സുഹൃത്തിനേക്കാളും കൂടുതൽ മരം വെട്ടുവാൻ സാധിച്ചില്ല. ഒടുവിൽ അവൻ ചോദിച്ചു, എന്താണ് താങ്കൾ കൂടുതൽ വെട്ടുവാനുള്ള വിജയ രഹസ്യം? അവൻ പറഞ്ഞു, ഓരോ തവണ ഞാൻ മരം മുറിക്കുവാൻ തക്കവണ്ണം ആരംഭിക്കുമ്പോഴും ഞാൻ എൻ്റെ വാള്, എൻ്റെ കോടാലി മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നീ നിന്റെ ആക്സ്, നിന്റെ കോടാലി ഏറ്റവും ഒടുവിലായി മൂർച്ചപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉത്തരമുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ശുശ്രൂഷകന്മാർ, നാം ദൈവത്തിന്റെ മക്കൾ, നാം ദൈവത്തിന്റെ കാര്യവിചാരകന്മാർ, നാം ഓരോരുത്തരും ദൈവവേലയ്ക്കായി നിയോഗിക്കപ്പെട്ടവരാണ്. നമുക്ക് എല്ലാവർക്കും ആ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ധാരാളം താലന്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്തിൽ താലന്തുകൾ ഇല്ല എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുമില്ല. എല്ലാവർക്കും ദൈവം തന്റെ വേല നിവർത്തിക്കുവാനായി ധാരാളം താലന്തുകളെ നൽകിയിരിക്കുന്നു. നമുക്ക് ദൈവം നൽകിയ താലന്തുകൾ എന്തൊക്കെയാണ്? ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് നന്നായി പാടുവാൻ കഴിയാം, ചിലർക്ക് നന്നായി പ്രസംഗിക്കുവാൻ സാധിക്കാം, ചിലർക്ക് നന്നായി പഠിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനായിരിക്കാം താലന്ത്, ചിലർക്ക് സഭയുടെ കാര്യാദികൾ വളരെ ഭംഗിയായി ക്രമീകരിക്കുവാനായിരിക്കാം, ചിലർക്ക് അത് സഭ വൃത്തിയാക്കുന്ന പ്രവൃത്തിയായിരിക്കാം. ചെറുതാകട്ടെ വലുതാകട്ടെ, നാം എല്ലാവരും ഏതെങ്കിലും ഒരു കഴിവിനാൽ ദൈവത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ താലന്തുകളാൽ നാം എത്രത്തോളമാണ് ദൈവത്തിന് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മനസ്സ് വെക്കുന്നത്? നമുക്കുള്ള താലന്ത് ഒരുപക്ഷെ ഏറ്റവും ചെറുതായിരിക്കാം. മറ്റുള്ളവർക്ക് ഈ താലന്ത് കൊണ്ട് എന്താണ് വലിയ പ്രയോജനം, വലിയ ഗുണമൊന്നുമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ നമുക്കുള്ള ചെറിയ താലന്തുള്ളവരാകട്ടെ വലുതുള്ളവരാകട്ടെ, എല്ലാവരും ചേരുമ്പോഴാണ്, എല്ലാവരും ചേർന്ന് അവരുടെ പ്രവൃത്തിയെ ചെയ്യുമ്പോഴാണ് ദൈവം തന്റെ ശുശ്രൂഷകളെ ഈ ലോകത്തിൽ ഏറ്റവും നിറപടിയായി നിവർത്തിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയ ആ അറിവുകൾക്കൊത്തവണ്ണം, ആ പരിജ്ഞാനത്തിനൊത്തവണ്ണം, ആ താലന്തുകൾക്കൊത്തവണ്ണം നാം നന്നായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാണോ? ഇന്നീ നാളുകളിൽ ആർക്കും പ്രവർത്തിച്ചു കൂടുവാൻ കഴിയാത്ത രാത്രി വരുന്നുണ്ട്. നമുക്ക് ലഭ്യമായ താലന്തുകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നാം നമ്മുടെ താലന്തുകൾ ഉപയോഗിച്ച് ഈ ദിവസങ്ങളിൽ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് ദൈവം ഓരോ ദിവസവും നമ്മെ പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മനപ്പാഠ വാക്യം നാം ശ്രദ്ധിച്ചാൽ, ദൈവം നൽകിയ താലന്തുകളെ അവർക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ മനസ്സില്ലാതെ അവയെ കുഴിച്ചു വെക്കുകയും അവയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ദാസന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന്റെ ആ ഉദ്ദേശങ്ങളെ, ആ ലക്ഷ്യങ്ങളെ താറുമാറാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ താലന്തുകളെ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാത്ത ധാരാളം ദാസന്മാരെ കുറിച്ച് വചനത്തിന് ധാരാളം കഥകൾ പറയുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിലയേറിയ ദാനങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് നാം ഈ നാളുകളിൽ ഉപയോഗിക്കുന്നവരാണോ?
നാം എപ്രകാരമാണ് നമ്മിൽ ദൈവം ഏൽപ്പിച്ച ആ നിക്ഷേപങ്ങളെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി വിനിയോഗിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ അത് എത്രത്തോളം വ്യത്യസ്തമായിരിക്കാം, എത്രത്തോളം ചെറുതോ വലുതോ ആയിരിക്കാം, അവയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ താലന്തുകൾ ദൈവത്തിന് വേണ്ടി നാം വിനിയോഗിക്കുവാൻ തക്കവണ്ണം മനസ്സുവെച്ചാൽ നമുക്ക് തീർച്ചയായും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവരാജ്യം വേഗത്തിൽ വരുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ അതിനൊരു കാരണമാവുകയും ചെയ്യും. എന്നാൽ ദൗർഭാഗ്യകരമാണെന്ന് പറയട്ടെ, അനേകം പേരും അവരുടെ ദൈവം നൽകിയ താലന്തുകളെ ഇന്ന് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിനെ പ്രസാദിപ്പിക്കുവാനും പിശാചിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കുവാനും തക്കവണ്ണം വിനിയോഗിച്ച് പോരുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ ആരൊക്കെ അവരുടെ താലന്തുകളെ ദൈവത്തിന് വേണ്ടി വിനിയോഗിച്ചു, ആരൊക്കെ ആ താലന്തുകളെ അന്ധകാരത്തിന്റെ പ്രഭുവിന്റെ പ്രവൃത്തിക്കായി വിനിയോഗിച്ചു എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരുടെ കുടക്കീഴിൽ നിൽക്കുവാനാണ് ഇന്ന് തീരുമാനിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കുടക്കീഴിൽ അണിനിരക്കുവാനാണോ, അതോ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ കുടക്കീഴിൽ അണിനിരക്കുവാനാണോ? നമുക്ക് ദൈവം നൽകിയ താലന്തുകളെ വളരെ ബുദ്ധിയോടെ, വളരെ പവിത്രതയോടെ, വളരെ ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി വിനിയോഗിക്കുവാൻ നമ്മെ ഈ പ്രഭാതത്തിൽ ദൈവം വിളിക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം? കണക്ക് ബോധിപ്പിക്കേണ്ട ഈ ദിവസത്തിൽ നാം ഒരിക്കലും ആ ദൈവത്തിന്റെ സന്നിധി മുൻപാകെ നാണം കെടുവാൻ ഇടയാകരുത്. അതിന് നമുക്ക് ഇന്ന് ഈ പകൽക്കാലം കൃപയുടെ വാതിൽ അടയും മുൻപ് ഒരു തീരുമാനമെടുക്കാം. നല്ല പ്രവൃത്തികളെ നിവർത്തിപ്പാൻ, ദൈവം നൽകിയ താലന്തുകളെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നല്ലൊരു ശബദ ദിവസം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്നാണ് ഞങ്ങൾക്ക് ആത്മീയ ദാനങ്ങളെ നൽകിയിരിക്കുന്നത്. ആ താലന്തുകളെ, ദൈവം നൽകിയ താലന്തുകളെ ഏറ്റവും നന്നായി വിനിയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവേ. സാത്താന്റെ കുടക്കീഴിൽ അണിനിരക്കുവാനല്ല, ദൈവത്തിന്റെ കാര്യവിചാരകന്മാരായി, ദൈവത്തിന്റെ ദാസീദാസന്മാരായി, ദൈവത്തിന്റെ പ്രിയ മക്കളായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പാൻ അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് സ്വീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ നന്മകളും ഈ വിശുദ്ധ ദിവസം ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.